ബിബിൻ സി ബാബുവിന്റെ നാട്ടിൽ LDFന് തോൽവി, സീറ്റ് നഷ്ടപ്പെട്ടു. കായംകുളം പത്തിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡായ എരുവ പിടിച്ചെടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് എരുവ 575 വോട്ടിനാണ് വിജയിച്ചത്. CPM സ്ഥാനാർത്ഥി CS ശിവശങ്കരപിള്ള 476 വോട്ടോടെ രണ്ടാമതെത്തി. കഴിഞ്ഞ തവണ CPMന്റെ ജയകുമാരി വിജയിച്ച വാർഡാണിത്. ജയകുമാരിയുടെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. CPM വിട്ട് BJPയിലേക്ക് പോയ ബിബിൻ സി ബാബുവിന്റെ വീട് ഉൾപ്പെടുന്ന വാർഡാണ് പത്തിയൂർ. CPM വിട്ട് BJPയിലേക്ക് പോയ ബിബിൻ സി ബാബുവിന്റെ വീട് ഉൾപ്പെടുന്ന വാർഡാണ് പത്തിയൂർ. 19 വാർഡുള്ള പഞ്ചായത്തിൽ LDF 14, NDA 4, UDF 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണയും ദീപക് എരുവ മത്സരരംഗത്തുണ്ടായിരുന്നു. അന്ന് 477 വോട്ടാണ് ദീപകിന് ലഭിച്ചത്. കഴിഞ്ഞ തവണ വെറും 54 വോട്ടിനായിരുന്നു കോൺഗ്രസിന് വാർഡ് നഷ്ടമായത്. ഇത്തവണ വാർഡ് പിടിച്ചെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് BJP മുന്നേറ്റമുണ്ടാക്കിയിരുന്നു. CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ബിബിൻ സി ബാബു. CPM ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത തലവേദനയായി നിന്നപ്പോഴാണ് പ്രധാന നേതാവായ ബിബിൻ സി ബാബു പാർട്ടി വിട്ടത്. അതേസമയം സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. പാലക്കാട് തച്ചൻപാറ അടക്കം 3 പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമാകും. തച്ചൻപാറയ്ക്ക് പുറമെ തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയം നേടി. കോട്ടയം അതിരമ്പുഴ 3ാം വാർഡും കൊല്ലം പടിഞ്ഞാറേക്കല്ലട 8ാം വാർഡും LDF പിടിച്ചെടുത്തു.